ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ KSEB വർക്കറിൻ്റെ PYQ സീരീസ് 5 ആണ്. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ എന്തായിരുന്നു പഠിക്കേണ്ടതായിരുന്നത്? DC മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അല്ലേ? DC മിഷൻസിൻ്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ ജനറേറ്ററിൻ്റെ കുറേ കാര്യങ്ങളാണ് നമ്മളതിനകത്ത് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് DC ജനറേറ്റർ ഈസ് ബേസ്ഡ് ഓൺ, അതായത് DC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയറിൽ. അപ്പോൾ നോക്കി, ഓപ്ഷൻ എ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഓപ്ഷൻ ബി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ഓപ്ഷൻ സി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓപ്ഷൻ ഡി ലെൻസസ് ലോ. അപ്പോൾ ഏതാണ് നമ്മളുടെ DC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ DC ജനറേറ്റർ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? എന്താ ജനറേറ്റർ? ജനറേറ്റർ എന്താ ചെയ്തു തരുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? ജനറേറ്റർ എന്താ ചെയ്യാം? നമ്മളുടെ മെക്കാനിക്കൽ എനർജീനെ അല്ലേ, മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഇതല്ലേ നമ്മളുടെ ജനറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതിൻ്റെ പ്രിൻസിപ്പിളിലാണ് നമ്മളുടെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്? ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ DC ജനറേറ്റർ? താഴെ കുറച്ച് റൂൾസ് തന്നിട്ടുണ്ട്, കാണുന്നില്ലേ? ഏത് റൂൾസ് ആണ് നോക്കിയേ. വിച്ച് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ DC ജനറേറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റൂൾസ് നോക്കിയേ. കോർക്ക് സ്ക്രൂ റൂൾ ഓപ്ഷൻ എ തന്നിട്ടുള്ളത്, ഓപ്ഷൻ ബി റൈറ്റ് ഹാൻഡ് പാം റൂൾ അല്ലേ, റൈറ്റ് ഹാൻഡ് പാം റൂൾ, ഓപ്ഷൻ സി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഓപ്ഷൻ ഡി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഏത് റൂൾ ആയിരിക്കും? വിച്ച് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ അല്ലേ, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ DC ജനറേറ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് റൂളാണ് പഠിച്ചിട്ടില്ലേ? ഏത് റൂളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കുക DC ജനറേറ്ററിൻ്റെ? ഫ്ലെമിങ്സ് ഏതാണെന്ന്? റൈറ്റ് ഹാൻഡ് റൂൾ ആണ് അല്ലേ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ജനറേറ്ററിന്റെ എന്താണ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കുന്നത്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനാ? ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഏതിലാ നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്? ഓർമ്മയുണ്ടോ? എന്താണ് ലെഫ്റ്റ് ഹാൻഡ് റൂളിന്റെ പ്രത്യേകത? എന്ത് കണ്ടുപിടിക്കാനാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്? DC മോട്ടറിലാണ് അല്ലേ, DC മോട്ടറിലാണ്. അത് എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലേ. ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ്? മോഷൻ ആണ്. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ്? മോഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയറിലെ, ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? വിച്ച് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ DC ജനറേറ്റർ ചോദിച്ചാൽ മറക്കരുത്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF? നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF പഠിച്ചപ്പോൾ 2 ടൈപ്സ് പഠിച്ചു അല്ലേ. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് കണ്ടുപിടിക്കാൻ? വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFന്റെ ഫോർമുല എന്താണ്? ഓപ്ഷൻ എ BLV വോൾട്ട്, ഓപ്ഷൻ ബി BL സൈൻ തീറ്റ വോൾട്ട്, ഓപ്ഷൻ സി BLV സൈൻ തീറ്റ വോൾട്ട്, ഓപ്ഷൻ ഡി BLV കോസ് തീറ്റ വോൾട്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ കൂടുതൽ അതിലോട്ട് പോകുന്നില്ല. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMFൽ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, അതുപോലെ തന്നെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഫോർമുല ഫോർ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി BLV സൈൻ തീറ്റ വോൾട്ട് ആണ് അല്ലെ. BLV സൈൻ തീറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത് ഫോർമുല ഫോർ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ഈസ് ദ നെയിം ഓഫ് ജനറേറ്റർ
ഇഫ് ഇറ്റ്സ് ഫീൽഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ആർമേച്ചർ. നമ്മൾ ജനറേറ്ററിന്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജനറേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് ക്ലാസിഫിക്കേഷൻസ് പഠിക്കാം. ടൈപ്സ് പഠിച്ചിട്ടില്ലേ? അതായത് ആദ്യം നമ്മൾ കൺസ്ട്രക്ഷൻ പോലുള്ള കാര്യങ്ങളാണ് നോക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചത്? അതിന്റെ ടൈപ്സ് അല്ലേ? സീരീസ് ജനറേറ്റർ, ഷണ്ട് ജനറേറ്റർ, കോമ്പൗണ്ട് ജനറേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ജനറേറ്റർ if its field is connected? നമ്മൾ ഫീൽഡ് വൈൻഡിങ്, ആർമേച്ചർ വൈൻഡിങ് ഒക്കെ വെച്ചിട്ടല്ലേ പഠിച്ചിട്ടുള്ള കണക്ഷൻ ഒക്കെ. അപ്പൊ എന്താണ്? ഫീൽഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ആർമേച്ചർ. ആർമേച്ചറുമായി പാരലലായി കണക്ട് ചെയ്യുന്ന ജനറേറ്ററിന്റെ പേരാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, ഓപ്ഷൻ എ എന്താണ്? ഓപ്ഷൻ ഏതാ? ഷണ്ട് ജനറേറ്റർ. ഓപ്ഷൻ ബി സീരീസ് ജനറേറ്റർ. ഓപ്ഷൻ സി കോമ്പൗണ്ട് ജനറേറ്റർ. ഓപ്ഷൻ ഡി സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ. അപ്പൊ ഏതായിരിക്കും? അതായത് ഫീൽഡ് ഈസ് കണക്റ്റഡ് പാരലൽ വിത്ത് ആർമേച്ചർ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഫീൽഡ് പാരലൽ ആയിട്ടാണ്. അപ്പൊ ആ ജനറേറ്ററിന്റെ പേരെന്താ പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? ഫീൽഡ് സീരീസ് ആണെങ്കിൽ നമ്മൾ പറയും സീരീസ് ജനറേറ്റർ ആണെന്ന് പറയും അല്ലേ? ഫീൽഡ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ ആണെങ്കിൽ നമ്മൾ സീരീസ് ജനറേറ്റർ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? പാരലൽ വിത്ത് ആർമേച്ചർ. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു, ആർമേച്ചറുമായിട്ട് പാരലൽ ആയി കണക്ട് ചെയ്യുന്ന ആ ഒരു ജനറേറ്ററിന്റെ പേരെന്താ? ഷണ്ട് ആണോ, സീരീസ് ആണോ, കോമ്പൗണ്ട് ആണോ, സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ ആണോ? ഏത് ജനറേറ്റർ ആണത്? ഷണ്ട് ജനറേറ്റർ ആണ് അല്ലെ? ഓപ്ഷൻ എ ഷണ്ട് ജനറേറ്റർ. അതായത് പാരലൽ കണക്ഷന്റെ വേറൊരു പേരാണ് ഷണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പാരലൽ കണക്ഷന്റെ വേറൊരു നെയിമാണ് എന്ത്? ഷണ്ട് എന്ന് പറയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? മറന്നു പോവരുത്. ഇതേ ക്വസ്റ്റ്യൻ നമ്മളോട് ഫീൽഡ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ അറിഞ്ഞിരിക്കുക അതേതാണ്? സീരീസ് ജനറേറ്റർ ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ആർമേച്ചർ ഓഫ് എ DC മെഷീൻ ഈസ് മെയ്ഡ് ഓഫ്. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് ഓരോ പാർട്സുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? യോക്ക് തൊട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ്, കമ്മ്യൂട്ടേറ്റർ, ആർമേച്ചർ അല്ലേ, ഫീൽഡ് വൈൻഡിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഓരോ പാർട്സുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ. നിങ്ങൾ പഠിക്കേണ്ടത് എത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കാരണം അതിൽ നിന്നൊക്കെ ഇപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓരോ സാധനങ്ങൾ, അതായത് ഇപ്പോൾ നമ്മളോട് ഫീൽഡ് വൈൻഡിങ് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ്, ആർമേച്ചർ, കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫംഗ്ഷൻ, ഇതുപോലുള്ള റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കിയേ, ആർമേച്ചർ ഓഫ് എ DC മെഷീൻ ഈസ് മെയ്ഡ് ഓഫ്. അതായത് DC മെഷീനിലെ ആർമേച്ചർ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ എ നോക്കിയേ, കണ്ടക്ടിങ് മെറ്റീരിയൽ. ഓപ്ഷൻ ബി ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഓപ്ഷൻ സി നോൺ ഫെറസ് മെറ്റീരിയൽ. ഓപ്ഷൻ ഡി സിലിക്കൺ സ്റ്റീൽ. ഏത് മെറ്റീരിയൽ കൊണ്ടായിരിക്കും? കണ്ടക്ടിങ് മെറ്റീരിയൽ ആണോ? ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, നോൺ ഫെറസ് മെറ്റീരിയൽ, സിലിക്കൺ സ്റ്റീൽ. ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? അത് സിലിക്കൺ സ്റ്റീൽ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഏതാണ്? സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അതിനെന്താണ്? ഹൈ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഒക്കെ ഉള്ളൊരു മെറ്റീരിയൽ ആണ്. കുറേ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്യുക. അപ്പോൾ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഒരു DC മെഷീനിൽ ആർമേച്ചർ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് മെറ്റീരിയലാണ്? സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണത് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഇൻ എ DC ജനറേറ്റർ ബ്രഷസ് ആർ മെയ്ഡ് ഓഫ്. നോക്കിയാൽ ഞാനിപ്പോൾ തന്നെ പറഞ്ഞു, നമ്മൾ കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ ഓരോ പാർട്സും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? യോക്ക് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ്, ബ്രഷ് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ സിലിക്കൺ സ്റ്റീൽ കണ്ടു, സിലിക്കൺ സ്റ്റീൽ അല്ല, ആർമേച്ചർ അല്ലേ, ആർമേച്ചർ എന്ത് മെറ്റീരിയൽ കൊണ്ടാണെന്നൊക്കെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത് റിലേറ്റഡ് ആയിട്ട് വീണ്ടും വേറൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, DC ജനറേറ്ററിൽ ബ്രഷസ് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ബ്രഷസ് ആർ മെയ്ഡ് ഓഫ്. ഏതാണ്? ഓപ്ഷൻ എ കോപ്പർ. ഓപ്ഷൻ ബി അലുമിനിയം. ഓപ്ഷൻ സി കാർബൺ ഓർ ഗ്രാഫൈറ്റ്. ഓപ്ഷൻ ഡി ലാമിനേറ്റഡ് സ്റ്റീൽ. ഏത് മെറ്റീരിയലാണ്? നമ്മൾ എപ്പോഴും പഠിക്കുന്നത് എങ്ങനെയാണ്? ബ്രഷസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ അല്ലേ? കാർബൺ ബ്രഷസ് ആണ് യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് തന്നിട്ടുള്ള ഓപ്ഷനിൽ? കാർബൺ ഓർ ഗ്രാഫൈറ്റും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സെലക്ട് ചെയ്യാം? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി കാർബൺ ഓർ ഗ്രാഫൈറ്റ് ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. അപ്പോൾ ഒരു DC ജനറേറ്ററിൽ ബ്രഷസ് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഏതാണ് മെറ്റീരിയൽ? കാർബൺ അല്ലെങ്കിൽ എന്താണ്? ഗ്രാഫൈറ്റ്സ്.
മോസ്റ്റ്ലി എന്താണ് കാർബൺ ആണ് എപ്പോഴും ചോദിച്ചു കാണാറുള്ളത്. കാർബൺ ഉണ്ടെങ്കിൽ കാർബൺ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 7. If the number of parallel path A in a DC generator is increased, the generated EMF will be. എന്താണ് ചോദിച്ചിട്ടുള്ളത്? If the number of parallel path A, parallel path കണ്ടിട്ടില്ലേ? Parallel path A in a DC generator, DC generatorലെ parallel path ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്ററിലെ EMFന് എന്ത് സംഭവിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്തറിയണം? ആദ്യം ജനറേറ്റഡ് EMFന്റെ ഇക്വേഷൻസ് അറിയണം അല്ലേ? EMFന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? EMF E ഈക്വൽ ടു എന്താ പഠിച്ചിട്ടുള്ളത്? ജനറേറ്റഡ് EMF E ഈക്വൽ ടു എന്താ പഠിച്ചിട്ടുള്ളത്? 5ZN അല്ലേ P ഡിവൈഡഡ് ബൈ 60A എന്നൊരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതായത് ജനറേറ്റഡ് EMFന്റെ ഇക്വേഷന്റെ ഫോർമുലയാണ്. അതായത് ജനറേറ്റഡ് EMF E ഈക്വൽ ടു എന്താണ്? 5ZNP ബൈ 60A. E പറഞ്ഞാൽ എന്താ? ഇതിനകത്ത് E പറയുന്ന ടേം എന്താ? ജനറേറ്റഡ് EMF. ഓർത്ത് വെക്കുക, ഓരോ ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. E പറഞ്ഞാൽ എന്താണ്? ജനറേറ്റഡ് EMF ആണ്. N പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് N എന്താ? സ്പീഡാണ്. ഓക്കെ, N പറയുന്നത് സ്പീഡാണ്. P എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് പോൾസ് ആണ്. ഓർക്കുക, E പറഞ്ഞ ജനറേറ്റഡ് EMF, N പറഞ്ഞാൽ സ്പീഡ്, സ്പീഡിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് N. അറിയാലോ. P പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പോൾസ് ആണ്. അടുത്തത് എന്താ? ഫ്ലക്സ് അല്ലേ? 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ആണ്. Z എന്ന് പറഞ്ഞാൽ എന്താണ്? Z എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. പിന്നെ എന്താ ഉള്ളത്? A എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? താഴെ 16A എന്ന് പറയുന്ന ആളല്ലേ ഉള്ളൂ. A പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പാരലൽ പാത്ത്. ഈ A ആണ് എന്ത്? നമ്പർ ഓഫ് പാരലൽ പാത്ത്. നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാരലൽ പാത്ത്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതും എന്താണ്? ഇഫ് ദ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻ എ DC ജനറേറ്റർ ഈസ് ഇൻക്രീസ്. A ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജനറേറ്റഡ് EMFന് എന്താണ് സംഭവിച്ചത്? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ജനറേറ്റഡ് EMFന്റെ ഇക്വേഷൻ കിട്ടിയില്ലേ? E ഈക്വൽ ടു 5ZNP ബൈ 60A ആണ്. A ആണ് നമ്മളുടെ പാരലൽ പാത്ത് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത്. A ഞാൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, A ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇതെങ്ങനെയാണ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് നോക്കിയാൽ മതി. E ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പാരലൽ പാത്ത് ആണ് അല്ലേ? E ഈസ് ജനറേറ്റഡ് EMF E ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പാരലൽ പാത്ത് ആണ്. ഇൻവേഴ്സ്ലി ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ EMFന് എന്ത് സംഭവിക്കും? അത് ഡിക്രീസ് ആവും അല്ലേ? എന്ത് സംഭവിക്കും? EMF ഡിക്രീസ് ആവും. കാരണം ഇവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റി ആണ്. അപ്പൊ നോക്കിയേ, ഓപ്ഷൻ എ ഡിക്രീസ്, ഓപ്ഷൻ ബി റിമെയിൻസ് ദ സെയിം, ഓപ്ഷൻ സി ഇൻക്രീസസ്, ഓപ്ഷൻ ഡി ബിക്കെയിം 0. എന്താ സംഭവിച്ചത്? ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ എ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ EMF എന്ത് സംഭവിക്കും? ഡിക്രീസ് ആകും. ഓക്കെ, കുറയും. കാരണം അവർ തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റി എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഇതൊരു ചെറിയ പ്രോബ്ലം ആണ് കേട്ടോ. വാട്ട് ഈസ് ദ EMF ഇൻ എ 6-pole ലാബ് wound armature having 80 slot, 2 conductor per slot, shaft rotating at 100 RPM, flux per pole in 0.1 Weber. എന്താ ചോദിച്ചിട്ടുള്ളത്? കുറെ കണ്ടന്റ് ഒക്കെ കാണുന്നു അല്ലേ? അതായത് പോള് കാണുന്നു, പിന്നെന്താണ് സ്ലോട്ട്സ് വരുന്നു, കണ്ടക്ടർ കാണുന്നു, സ്പീഡ് വന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കി എന്താ ചോദിച്ചിട്ടുള്ള? EMF കണ്ടുപിടിക്കാനാണ്. ഞാനിപ്പോൾ EMFന്റെ ഇക്വേഷൻ എഴുതിയില്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടില്ലേ? EMF E ഈക്വൽ ടു 5ZNP ബൈ എന്തായിരുന്നു? 60A വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? EMF കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചേ. കണ്ടുപിടിക്കേണ്ടത് EMF ആണ്. ക്വസ്റ്റ്യനിൽ EMF ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. EMFന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഇപ്പം അറിയാം അല്ലേ? EMFന്റെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? 5Z
എൻ പി ബൈ 60A ആയിരുന്നു എന്ത് EMFന്റെ ഇക്വേഷൻസ്. ഇക്വേഷൻ അല്ലേ EMF കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ആരൊക്കെ തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് പോൾസ്. ആദ്യം എത്ര പോൾസ് ആണ്? 6 പോൾ ആണ്. അപ്പൊ പോൾ ഈക്വൽ ടു 6 എന്ന് കൊടുക്കാം. അത് എന്തിലാണെന്ന് കൂടി നോട്ട് ചെയ്തേ. അതെന്താണ്? ലാപ്പ് വൂണ്ട്. നമുക്കറിയാം വേവ് വൂണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ലാപ്പ് വൂണ്ട് അറിയാലോ. ഇപ്പൊ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ലാപ്പ് ആണോ, വേവ് വൈൻഡിങ് ആണോ, വേപ്പ് വൈൻഡിങ് ആണോ എന്ന് നോക്കണം എപ്പോഴും കേട്ടോ. അപ്പൊ ഇതിൽ എന്താ തന്നിട്ടുള്ളത്? ലാപ്പ് ആണ്, ലാപ്പ് വൂണ്ട് ആണ് തന്നിട്ടുള്ളത്. അതിനകത്ത് പിന്നെന്താ വന്നിട്ടുള്ളത്? ഫ്ലക്സ് തന്നിട്ടുണ്ട് അല്ലെ, ഫ്ലക്സ് പെർ ഫോൾ. ഫ്ലക്സ് പറയുന്നത് എത്രയാ? 0.1 വെബർ എന്ന് പറയുന്ന ഫ്ലക്സ് ഉണ്ട്. പിന്നെ എന്ത് വേണം? സ്പീഡ് ഉണ്ട് അല്ലെ. സ്പീഡ് എന്ന് പറയുന്ന ആള് 100 RPM സ്പീഡ് ഉണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നിട്ടുള്ളത് നമ്മളോട്? നമ്പർ ഓഫ് സ്ലോട്ട്സ് തന്നിട്ടുണ്ട് അല്ലെ. നമ്പർ ഓഫ് സ്ലോട്ട്സ് എന്ന് പറയുന്നത് 18. അപ്പോൾ സ്ലോട്ട്സ് ആണ് തന്നിട്ടുള്ളത്. നോട്ട് ചെയ്യണേ, സ്ലോട്ട്സ് പറയുന്നത് 18 ആണ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? കണ്ടക്ടർ. കണ്ടക്ടർ തന്നിട്ടുണ്ട് അല്ലേ. കണ്ടക്ടർ തന്നിട്ടില്ലേ? കണ്ടക്ടർ പെർ സ്ലോട്ട്, ഒരു സ്ലോട്ടിലുള്ള കണ്ടക്ടർ. കണ്ടക്ടർ പെർ സ്ലോട്ട്, കണ്ടക്ടർ പെർ സ്ലോട്ട് ആണ് തന്നിട്ടുള്ളത്. അത് എത്രയാ? 2. ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുള്ളത്? ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? ജനറേറ്റഡ് EMF. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് EMF കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? EMF കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് വേണം? ടോട്ടൽ കണ്ടക്ടേഴ്സ് കാണണം. കാരണം ഇവിടെ സ്ലോട്ട്സും കണ്ടക്ടർ പെർ സ്ലോട്ടും ആണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ കണ്ടക്ടേഴ്സ് കണ്ടുപിടിക്കണ്ടേ? ഇസഡ് കണ്ടുപിടിക്കണം. ഇസഡ് ഉണ്ടോ ഇതിനകത്ത്? ഇല്ല, ഇസഡിന്റെ വാല്യൂ ഇല്ല. എന്ത് ചെയ്യണം? ഇസഡ് ടോട്ടൽ കണ്ടക്ടർ ഇസഡ് ഈക്വൽ ടു സ്ലോട്ട്സ് ഇൻറ്റു കണ്ടക്ടർ പെർ സ്ലോട്ട് ചെയ്യുക. അതായത് 18 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇസഡിന്റെ വാല്യൂ കിട്ടും. അപ്പൊ എന്താണ്? ടോട്ടൽ കണ്ടക്ടേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ടോട്ടൽ കണ്ടക്ടേഴ്സ് ഈക്വൽ ടു എത്രയാണ്? 18 × 2 36 എന്ന് കിട്ടും. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. E ഈക്വൽ ടു ഫ്ലക്സ്. E ഈക്വൽ ടു ഫ്ലക്സ് എന്ന് പറയുന്നത് എത്രയാ? 0.1 അല്ലേ. 0.1 ഇൻറ്റു ഇസഡ് എന്ന് പറയുന്നത് ഇപ്പം എന്താ കിട്ടിയത്? 36 ഇൻറ്റു എന്താ വന്നത്? അടുത്തത് സ്പീഡ്. സ്പീഡ് എന്ന് പറയുന്നത് 100 RPM. പിന്നെന്താ ഉള്ളത്? നമ്പർ ഓഫ് പോൾസ്. നമ്പർ ഓഫ് പോൾസ് ഈക്വൽ ടു എന്താണ്? 6 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു പാരലൽ പാത്ത്. ഉണ്ടോ ക്വസ്റ്റ്യനിൽ? എന്തിന് ഈക്വൽ ആണ്? നമ്പർ ഓഫ് പാരലൽ പാത്ത്. ഇത് ലാപ്പ് വൂണ്ട് ആണ് അല്ലേ. ലാപ്പ് വൂണ്ട് ആവുമ്പോൾ എന്താ പ്രത്യേകത? എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചോ? ഈക്വൽ ടു എന്താ? ലാപ്പാണ്. ഓർക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പാരലൽ പാത്ത്. ലാപ്പിന് എന്താണ്? നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസിന് ഈക്വൽ ആയിരിക്കും അല്ലേ. ലാപ്പ് ആയതുകൊണ്ട് എന്താണ്? നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ്. 6 തന്നെയാണ്. അപ്പൊ എയുടെ വാല്യൂ 6 ആണ്. കാരണം ലാപ്പ് വൂണ്ട് ആണ്. ലാപ്പ് വൂണ്ടിൽ നമ്മൾ പറഞ്ഞ ആ വൈൻഡിങ്ങിന്റെ പ്രത്യേകത എന്താണ്? നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഓൾവേസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? EMF കിട്ടുന്നതാണ്. EMF ചെയ്യാൻ പറ്റില്ലേ നിങ്ങൾക്ക്? EMF കിട്ടില്ലേ നിങ്ങൾക്ക്? E ഈക്വൽ ടു എന്താ വരുന്നത്? ക്യാൻസൽ ചെയ്യുക. E ഈക്വൽ ടു എന്ത് വരും? 360 ഡിവൈഡഡ് ബൈ 60 എന്ന് ചെയ്യാം അല്ലേ. 360 ഡിവൈഡഡ് ബൈ 60 ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആൻസർ എന്താ വരുന്നത്? 6 വോൾട്ട് എന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 9. In a DC generator, generated EMF is directly proportion to. വീണ്ടും ജനറേറ്റഡ് EMF റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഒരു DC ജനറേറ്ററിന്റെ കേസിൽ ജനറേറ്റഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പം തന്നെ നമ്മൾ കണ്ടതാണ് അല്ലേ. ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ 2 ക്വസ്റ്റ്യനും എന്ത് റിലേറ്റഡ് ആയിട്ടായിരുന്നു? ജനറേറ്റഡ് EMF റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ EMF ഈസ് ഈക്വൽ ടു എന്താണ് വരിക? ജനറേറ്റഡ് EMF ഈക്വൽ ടു ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്നാണ്. അപ്പോൾ നമുക്ക് നോട്ട് ചെയ്യാം. 5ZNP/60A. പിന്നെ ആരൊക്കെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? പാരലൽ പാത്ത് മാത്രമല്ല ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളൂ. അപ്പോൾ നോക്കിയാൽ ഇതിനകത്ത് ആർമേച്ചർ കറന്റ്, നമ്പർ ഓഫ് പോൾസ് തന്നിട്ടുണ്ട്
അല്ലേ? നമ്പർ ഓഫ് പോൾസ്. പിന്നെന്താ തന്നിട്ടുള്ളത്? നമ്പർ ഓഫ് ആർമേച്ചർ പാരലൽ പാത്ത് തന്നിട്ടുണ്ട്. പിന്നെന്താ? ആൾ ഓഫ് ദി എബോ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു DC ജനറേറ്ററിൽ എന്താ പറയുന്നത്? ജനറേറ്റഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് മാത്രമേ ഇതിലുള്ളൂ? നമ്പർ ഓഫ് ആർമേച്ചർ പാരലൽ പാത്ത് ആണോ? ആർമേച്ചർ കറണ്ട് തന്നിട്ടുണ്ടോ? ആൾ ഓഫ് ദി എബോ. ഏതാണ് ആൻസർ വരുന്നത്? പോൾസ് മാത്രമല്ലേ? നമ്പർ ഓഫ് പോൾസിന് മാത്രമേ അതെന്താവുന്നുള്ളൂ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്നുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. നമ്പർ ഓഫ് പോൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് സെഡ് കണ്ടക്ടർ ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഓരോ പാരാമീറ്റേഴ്സ് എന്തിനൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 5 ഫ്ലക്സ്, Z കണ്ടക്ടർ, N സ്പീഡ്, P നമ്പർ ഓഫ് പോൾസ്, അല്ലേ? ഈ EMF. അപ്പോൾ ഓരോ ടെർമിനോളജീസ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അറിഞ്ഞിരുന്നോളൂ. എന്നാണ് DC ജനറേറ്ററിൽ ജനറേറ്റർ EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് അവിടെ? നമ്പർ ഓഫ് പോൾസ്, അല്ലേ? നമ്പർ ഓഫ് പോൾസ്, പോൾ ഫ്ലക്സ് എന്ന് പറയാം. നമ്പർ ഓഫ് പോൾസിനെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇൻ DC ലാപ് വൈൻഡിങ് നമ്പർ ഓഫ് പാരലൽ പാത്ത് A ഈക്വൽ ടു. വീണ്ടും നമ്മൾ ലാപ് വൈൻഡിങ് വേവ് വൈൻഡിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എന്താണ്? A ഈക്വൽ ടു നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്ത് A ഈക്വൽ ടു P ആവുന്നത് ഏതിൻ്റെ കേസിലാണ്? ലാപ് വൈൻഡിങ്ങിൻ്റെ കേസിലാണ്, അല്ലേ? നമ്പർ ഓഫ് പാരലൽ പാത്ത്, അല്ലേ? നമ്പർ ഓഫ് പാരലൽ പാത്ത് A ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A P, ഓപ്ഷൻ B Z, ഓപ്ഷൻ C 16, ഓപ്ഷൻ D N. അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതായിരിക്കും? ഇനി DC ലാബ് വൈൻഡിങ് നമ്പർ ഓഫ് പാരലൽ പാത്ത് A ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ്? ലാബ് വൈൻഡിങ്ങിൽ A ഈസ് ഈക്വൽ ടു P ക്ക് ഈക്വൽ ആണ്. ഇത് ഓർക്കാൻ ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ ലാബ് വൈൻഡിങ് LAP PLA. അപ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു ഈ P ഓർത്ത് വയ്ക്കുക. ഈ P വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ്. നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് വരുന്നത്. നമ്പർ ഓഫ് പോൾസ്. ഓക്കെ, പോൾസിന് ഈക്വൽ ആവുന്നത്, അതായത് L ഈക്വൽ ടു ലാപ് വൈൻഡിങ്ങിൽ L ഈക്വൽ ടു P. ഓക്കെ, അപ്പോൾ ഇനി DC ലാബ് വൈൻഡിങ് നമ്പർ ഓഫ് പാരലൽ പാത്ത് A ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എന്താണ്? പോൾസ് ആണ്. വേവ് വൈൻഡിങ്ങിലാവുമ്പോൾ A ഈക്വൽ ടു 2, അല്ലേ? പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല, എക്സ്പ്ലനേഷൻ തരുന്നില്ല. അപ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്ത് A ഈക്വൽ ടു ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ A P ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. വൈ ദ ന്യൂലി റീവൗണ്ട് ആർമേച്ചർ മസ്റ്റ് ബി പ്രീ ഹീറ്റഡ് ബിഫോർ വാർണിഷിംഗ്? എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വൈ ദ ന്യൂലി റീവൗണ്ട് ആർമേച്ചർ, പുതിയതായി ഉണ്ടാക്കിയിട്ടുള്ള ആർമേച്ചറിനെ നമ്മൾ എന്ത് ചെയ്യണം? വാർണിഷ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ്? പ്രീ ഹീറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ, അല്ലേ? വൈ ദ ന്യൂലി റീവൗണ്ട് ആർമേച്ചർ മസ്റ്റ് ബി preheated before varnishing എന്താണ്? ഓപ്ഷൻ എ makes easy to penetrate varnish inside. ഓപ്ഷൻ ബി maintain uniform spreading of varnishing. ഓപ്ഷൻ സി helps for quick drying of varnish. ഓപ്ഷൻ ഡി dries out the moisture from it. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്നത്? ഒരു ന്യൂലി റീവൗണ്ട് ആർമേച്ചർ മെഷീനെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രീഹീറ്റ് ചെയ്യുന്നത്? വാർണിഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാർണിഷ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? വാർണിഷ് ചെയ്യുന്നതിന് മുമ്പ് എന്തിനാണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും മോയിസ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ? നീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ എന്താണ്? ഡ്രൈസ് ഔട്ട് ദ മോയിസ്ചർ ഫ്രം ഇറ്റ്. ഓപ്ഷൻ ഡി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി, ഡ്രൈസ് ഔട്ട് ദ മോയിസ്ചർ ഫ്രം ഇറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ്? നോട്ട് ചെയ്താൽ മതി. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വാർണിഷ് ചെയ്യുമ്പോൾ അതിനെ പ്രീഹീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈസ് ഔട്ട് ദ മോയിസ്ചർ ഫ്രം ഇറ്റ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 12. ആസ് പെർ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, നമ്മൾ കണ്ടു അല്ലേ? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ. ആസ് പെർ ദ
ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ മിഡിൽ ഫിംഗർ പോയിന്റ് ദ ഡയറക്ഷൻ ഓഫ്. അപ്പം നിങ്ങൾ ഈ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പഠിക്കുകയാണെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിക്കുകയാണെങ്കിലും ഓരോ ഫിംഗേഴ്സും എന്തിനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, ഇങ്ങനെ 3 ഫിംഗേഴ്സിനെ പെർപെൻഡിക്കുലറായി നമ്മൾ വെക്കും അല്ലേ. അപ്പോൾ അതിൽ ഓരോ ഫിംഗേഴ്സും എന്തൊക്കെ പാരാമീറ്റേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പഠിച്ചു പോവുക. പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻസ്. ചിലപ്പോൾ ഫിംഗർ സ്പെസിഫൈ ചെയ്തിട്ട് മാർക്ക് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഇതുപോലെ എന്താണ് ഇതിലെന്താ ചോദിച്ചിട്ടുള്ളത്, മിഡിൽ ഫിംഗർ പോയിന്റ്സ് ദ ഡയറക്ഷൻ ഓഫ്. എന്തിൻ്റെ ഡയറക്ഷനാണ് മിഡിൽ ഫിംഗർ പോയിന്റ് ചെയ്യുന്നത്? നോക്കിയേ, ഇൻഡ്യൂസ്ഡ് EMF. ആദ്യത്തെ എന്താ ഓപ്ഷൻ? ഇൻഡ്യൂസ്ഡ് EMF. ഓപ്ഷൻ ബി മോഷൻ ഓഫ് കണ്ടക്ടർ. ഓപ്ഷൻ സി ഫ്ലക്സ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. എന്താണ് മിഡിൽ ഫിംഗർ പോയിന്റ് ചെയ്യുന്നത്? മിഡിൽ ഫിംഗർ. അപ്പൊ മിഡിൽ ഫിംഗർ ഏതാണ് പോയിന്റ് ചെയ്യുക? പഠിച്ചതല്ലേ. എന്തിനാണ് പോയിന്റ് ചെയ്യുന്നത്? തമ്പ് എന്തായിരുന്നു? ഡയറക്ഷൻ ഓഫ് മോഷനെയാണ് കാണിക്കുന്നത് അല്ലെ. ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടറിനെയാണ് തമ്പ് പോയിന്റ് ചെയ്യുന്നത്. ഫോർ ഫിംഗർ എന്താണ്? F ഫോർ ഫീൽഡ് അല്ലെ, മാഗ്നറ്റിക് ഫീൽഡിനെയാണ് F അല്ലെ നമ്മളുടെ ഫോർ ഫിംഗർ കാണിക്കുന്നത്. മിഡിൽ ഫിംഗർ എന്തായിരിക്കും? മിഡിൽ ഫിംഗർ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മിഡിൽ ഫിംഗർ ഇൻഡ്യൂസ്ഡ് കറന്റ് അല്ലെങ്കിൽ എന്താണ്? ഇൻഡ്യൂസ്ഡ് EMFനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ്, ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഓക്കെ, അപ്പോൾ ഓരോ ഫിംഗേഴ്സും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ മിഡിൽ ഫിംഗർ പോയിന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF. ഇൻഡ്യൂസ്ഡ് EMF ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 30. The commutator in a DC generator act as a. DC ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ കമ്മ്യൂട്ടേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. കമ്മ്യൂട്ടേറ്ററിന്റെ എന്താ ചോദിച്ചിട്ടുള്ളത്? കമ്മ്യൂട്ടേറ്റർ ഇൻ എ DC ജനറേറ്റർ ആക്ട് as a എന്തായിട്ടാണ്? ഓപ്ഷൻ എ ട്രാൻസ്ഫോമർ. ഓപ്ഷൻ ബി മെക്കാനിക്കൽ റെക്ടിഫയർ. ഓപ്ഷൻ സി മെക്കാനിക്കൽ ഇൻവേർട്ടർ. ഓപ്ഷൻ ഡി കറന്റ് ലിമിറ്റർ. എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു DC ജനറേറ്ററിലെ കമ്മ്യൂട്ടേറ്റർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇതേ ക്വസ്റ്റ്യൻ നമ്മളോട് DC മോട്ടറിൽ ചോദിക്കാം കേട്ടോ. DC മോട്ടറിൽ കമ്മ്യൂട്ടേറ്ററിന്റെ വർക്കിംഗ് എന്താണെന്നാണ് ചോദിക്കുക. ഇതിലെന്താ ചോദിച്ചിട്ടുള്ളത്? DC ജനറേറ്ററിലെ കമ്മ്യൂട്ടേറ്റർ എന്താണ് ചെയ്യുന്നത്? അതെന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? മെക്കാനിക്കൽ റെക്ടിഫയർ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. അടുത്ത ഓപ്ഷൻ നോക്കിയാൽ മെക്കാനിക്കൽ ഇൻവേർട്ടർ എവിടെയാണ്? മെക്കാനിക്കൽ ഇൻവേർട്ടർ അത് DC മോട്ടറിന്റെ കേസിലാണ് കേട്ടോ. DC മോട്ടറിലാണ് കമ്മ്യൂട്ടേറ്റർ എന്തായി ആക്ട് ചെയ്യുന്നത്? മെക്കാനിക്കൽ ഇൻവേർട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ DC ജനറേറ്ററിൽ കമ്മ്യൂട്ടേറ്റർ ആക്ട് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? മെക്കാനിക്കൽ റെക്ടിഫയർ ആയിട്ടാണ്. DC മോട്ടറിന്റെ കേസിൽ കമ്മ്യൂട്ടേറ്റർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? മെക്കാനിക്കൽ ഇൻവേർട്ടർ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 14. ഇന്റർപോൾ വൈൻഡിങ് ഓഫ് DC മെഷീൻ ഈസ് കണക്റ്റഡ് ഇൻ. ഇന്റർപോൾ വൈൻഡിങ് എവിടെയാണ്? എങ്ങനെയാണ് ഇന്റർപോൾ വൈൻഡിങ് ഒരു DC മെഷീനിൽ കണക്ട് ചെയ്യുന്നത്? ഏത് രീതിയിലാണ്? ഇന്റർപോൾ വൈൻഡിങ് ഓഫ് DC മെഷീൻ ഈസ് കണക്റ്റഡ് ഇൻ എവിടെ? എങ്ങനെയാണ്? നോക്കിയേ, പാരലൽ വിത്ത് ദ ഫീൽഡ്. ഓപ്ഷൻ എ എന്താ തന്നിട്ടുള്ളത്? പാരലൽ വിത്ത് ദ ഫീൽഡ്. ഓപ്ഷൻ ബി എന്താ? സീരീസ് വിത്ത് ദ ആർമേച്ചർ. ഓപ്ഷൻ സി പാരലൽ വിത്ത് ദ ആർമേച്ചർ. ഓപ്ഷൻ ഡി സീരീസ് വിത്ത് ദ ഫീൽഡ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇന്റർപോൾ വൈൻഡിങ്? നോട്ട് ചെയ്യുക, ഒരു DC മെഷീനിൽ ഇന്റർപോൾ വൈൻഡിങ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുക അത് ഏത് രീതിയിലാണ്? സീരീസ് വിത്ത് ദ ആർമേച്ചർ ആണ്. അതായത് കമ്മ്യൂട്ടേറ്റിംഗ് പോൾസിനെയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത്? സീരീസ് വിത്ത് ദ ആർമേച്ചർ ആണ്. അറിഞ്ഞിരിക്കുക കേട്ടോ. നിങ്ങൾ കൺസ്ട്രക്ഷൻ നന്നായി പഠിക്കുക. കൺസ്ട്രക്ഷനിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഓരോ പാർട്സുകളും അത്രയും ഇമ്പോർട്ടൻസിനോട് തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ എന്താണ് ഇന്റർപോൾ വൈൻഡിങ് ഇൻ DC മെഷീൻ ഏത് രീതിയിലാണ് കണക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സീരീസ് വിത്ത് ദ ആർമേച്ചർ ആണ് കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 50. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ DC ജനറേറ്റർ ഇൻ വെൽഡിംഗ് അപ്ലിക്കേഷൻ? നമ്മൾ വെൽഡിങ് ചെയ്യാറുണ്ട് അല്ലേ? ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വെൽഡിംഗ് ആപ്ലിക്കേഷനിൽ വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ? പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ DC ജനറേറ്റർ ഇൻ
വെൽഡിംഗ് അപ്ലിക്കേഷൻ. ഇത് റിലേറ്റഡ് ആയിട്ട് ഏത് ടൈപ്പ് ഓഫ് ജനറേറ്റർ, നമ്മൾ ടൈപ്സ് പഠിച്ചിട്ടില്ലേ, സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട്, അതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻസും കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഏത് പർപ്പസിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പോവേണം. അപ്പോൾ ഇതിൽ നോക്കിയാൽ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ DC ജനറേറ്റർ ഇൻ വെൽഡിംഗ് അപ്ലിക്കേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ റെഗുലേറ്റിംഗ് shielding gas flow, option B providing a stable welding current, option C controlling welding voltage, option D generating high frequency waves. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതായിരിക്കും? ഏതാണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? റെഗുലേറ്റിംഗ് ഷീൽഡിംഗ് ഗ്യാസ് ഫ്ലോ ആണോ? അല്ല, അതല്ല. അടുത്ത നോക്കിയാൽ പ്രൊവൈഡിങ് എ സ്റ്റേബിൾ വെൽഡിംഗ് കറണ്ട്, സ്റ്റേബിൾ വെൽഡിംഗ് കറണ്ട് അല്ലേ, സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിലെ കറക്റ്റ് ആൻസർ കേട്ടോ. പ്രൊവൈഡിങ് എ സ്റ്റേബിൾ വെൽഡിംഗ് കറന്റ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ DC ജനറേറ്റർ ഇൻ വെൽഡിംഗ് അപ്ലിക്കേഷൻ, എന്താണ് ഒരു DC ജനറേറ്ററിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്റ്റേബിൾ ആയിട്ടുള്ള, എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? വെൽഡിംഗ് കറന്റ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കണ്ടീഷൻ ഫോർ പാരലലിംഗ് ഓഫ് DC ജനറേറ്റർ? താഴെ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട് അല്ലേ ക്വസ്റ്റ്യനിൽ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കണ്ടീഷൻസ് ഫോർ പാരലലിംഗ് ഓഫ് DC ജനറേറ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ എ ബോത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് പൊളാരിറ്റീസ് മസ്റ്റ് ബി സെയിം. ആദ്യത്തെ ഓപ്ഷൻ തന്നെ നോക്കിയേ, ബോത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ പാരലലായി കണക്ട് ചെയ്യുമ്പോൾ, ജനറേറ്ററിനെ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നോക്കിയേ, ബോത്ത് എന്ത് വേണം? ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് പൊളാരിറ്റീസ് മസ്റ്റ് ബി സെയിം. സെക്കൻഡ് വൺ നോക്കിയാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് മസ്റ്റ് ബി സെയിം, ഔട്ട്പുട്ട് വോൾട്ടേജ് മാത്രം സെയിം ആയാൽ മതിയോ? അടുത്ത എന്താ? പൊളാരിറ്റീസ് മസ്റ്റ് ബി സെയിം, കറന്റ് ഇൻ സെയിം ഡയറക്ഷൻ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കണ്ടീഷൻ? ഒരു കണ്ടീഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാരലൽ ചെയ്യുമ്പോൾ, ജനറേറ്ററിനെ പാരലലാക്കി വെക്കുമ്പോൾ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ഇതിനകത്ത് ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ബോത്ത് ഔട്ട്പുട്ട് വോൾട്ടേജും പൊളാരിറ്റിയും ഇവിടെ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫോമർ പഠിക്കുമ്പോഴും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോ കണ്ടീഷൻസും അറിഞ്ഞിരിക്കുക. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അറിഞ്ഞിരിക്കുക, പാരലായി വെക്കുമ്പോൾ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കണ്ടീഷൻ ഫോർ പാരലിംഗ് ഓഫ് DC ജനറേറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ്? അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ബോത്ത്, രണ്ടിന് ബോത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് പൊളാരിറ്റി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. വിച്ച് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ജനറേറ്റർ ഈസ് യൂസ്ഡ് ആസ് വെൽഡിംഗ് ജനറേറ്റർ? അല്ലേ, നമ്മൾ വെൽഡിങ്ങിന് പഠിച്ചു, വെൽഡിങ്ങിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഏത് ടൈപ്പ് ഓഫ് അതായത് കോമ്പൗണ്ട് ജനറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ജനറേറ്റർ അല്ലെ, വിച്ച് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ജനറേറ്റർ ഈസ് യൂസ്ഡ് ആസ് വെൽഡിംഗ് ജനറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണെന്നാണ്. ഏതായിരിക്കും? ഓവർ കോമ്പൗണ്ട് ജനറേറ്റർ, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ, ഫ്ലാറ്റ് കോമ്പൗണ്ട് ജനറേറ്റർ, അണ്ടർ കോമ്പൗണ്ട് ജനറേറ്റർ. ഏത് ടൈപ്പ് ഓഫ് ജനറേറ്റർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? അതായത് കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് എന്തിൽ ഉപയോഗിക്കുന്നത്? വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അല്ലേ. ഓവർ കോമ്പൗണ്ട്, ഓക്കെ, ഓവർ കോമ്പൗണ്ട്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഏത് ജനറേറ്ററാണ് വെൽഡിംഗ് ജനറേറ്റേഴ്സ് ആയിട്ട്, ഏത് കോമ്പൗണ്ട് ജനറേറ്ററാണ് വെൽഡിംഗ് ജനറേറ്റേഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ആണ്. ഏതാണ്? ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോന്നിൻ്റെയും അപ്ലിക്കേഷൻസ് പഠിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടൈപ്സ് പഠിക്കുമ്പോൾ സീരീസിൻ്റെ അപ്ലിക്കേഷൻസ് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, കോമ്പൗണ്ട് ജനറേറ്റർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അതിൽ ഓവർ കോമ്പൗണ്ട് അതുപോലെ ഡിഫറൻഷ്യൽ കോമ്പൗണ്ടിൻ്റെ ഒക്കെ അപ്ലിക്കേഷൻസ് പഠിച്ചു പോകണം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഷണ്ടിൻ്റെയും സീരീസിൻ്റെയും കോമ്പൗണ്ടിൻ്റെയും ഇതേ കേസ് നിങ്ങൾ എന്തിലും പഠിക്കണം, മോട്ടറിലും പഠിച്ചു പോകേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 80. ദ EMF ഇക്വേഷൻ ഓഫ് എ DC ജനറേറ്റർ. വളരെ എളുപ്പമാണ് അല്ലേ. നമ്മൾ ലാസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്തു, അത് റിലേറ്റഡ് ആയിട്ട് അതായത് അതിൻ്റെ ഇൻവേഴ്സലി പ്രൊപ്പോർഷണലായി വരുമ്പോൾ എന്താ സംഭവിക്കുക, പാരലൽ പാത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടതാണ്. ഈ ഒരു ഇതിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് എന്ത് റിലേറ്റഡ് തന്നെയായിരുന്നു? EMF റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് EMF ഇക്വേഷൻ?
ആൻസർ ചെയ്യില്ലേ നിങ്ങൾ? എന്താണ് EMF ഇക്വേഷൻ ഓഫ് എ DC ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E5ZNP/60A ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? E5ZN/16A പറയുന്നത് ഏതാണ് ഇതിനകത്തുള്ളത്? ഓപ്ഷൻ എ എന്താ തന്നിട്ടുള്ളത്? എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? E=5ZNP/16A എന്ന് പറയുന്ന ഇക്വേഷൻ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയേ. P5NZ അല്ലേ /16A കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ്. ഇതിനകത്ത് എന്തില്ല? എ ഇല്ല. അടുത്തതിൽ എന്തില്ല? 5 ഇല്ല, ഫ്ലക്സ് ഇല്ല, അവിടെ ഫ്ലക്സ് മിസ്സിങ് ആണ്. ഇതിനകത്ത് എന്താ? AN ഉണ്ട്, താഴെയാണ് ഇവിടുത്തെ സ്പീഡ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും എന്തല്ല? കറക്റ്റ് ആൻസർ അല്ല. ഏതാ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ, EMF ഇക്വേഷൻ ട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. ഇൻ എ DC മെഷീൻ വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് പോൾ ഷൂ? ഒരു DC മെഷീൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ DC മെഷീനിൽ നമുക്കറിയാം ഫീൽഡ്, ആർമേച്ചർ, കമ്മ്യൂട്ടേറ്റർ എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിനകത്ത് എന്താ? യോക്ക്, പോൾ ഷൂ അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചു വന്നിട്ടുള്ളത്? ആ കൺസ്ട്രക്ഷൻ ഡയഗ്രാം ഒക്കെ നിങ്ങൾ അങ്ങനെയല്ലേ നോട്ട് ചെയ്തിട്ടുള്ളത്? അപ്പോൾ നോക്കിയാൽ ഒരു DC മെഷീൻ്റെ കേസിൽ പോൾ ഷൂവിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചത്. വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് പോൾ ഷൂ? പോൾ ഷൂവിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഓപ്ഷൻ എ ടു സ്പ്രെഡ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് യൂണിഫോംലി ആൻഡ് റെഡ്യൂസ് റിലക്റ്റൻസ്. Second one, option B, to support the armature winding. Option C, to provide insulation between field coil and the yoke. Option D, to support the field winding. എന്തായിരിക്കും DC മെഷീനകത്ത് മെയിൻ ഫംഗ്ഷൻ ഓഫ് ദി പോൾ ഷൂവിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ടു സ്പ്രെഡ് ദ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫ്ലക്സിനെ സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് എന്താണ്? യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? റിലക്റ്റൻസ് കുറയ്ക്കലാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? പോൾ ഷൂവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്. എന്താ ചെയ്യുന്നത്? ടു സ്പ്രെഡ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നു അല്ലേ? ആൻഡ് റെഡ്യൂസ് ദ റിലക്റ്റൻസ് എന്നാണ് പറയുന്നത്. അതാണ് എന്തിൻ്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്? പോൾ ഷൂവിൻ്റെ മെയിൻ ഫംഗ്ഷൻ. നോട്ട് ചെയ്യുക കേട്ടോ. കൺസ്ട്രക്ഷൻ ഞാൻ വീണ്ടും പറയുന്നുണ്ട്. കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ ഓരോ പാർട്സുകളും അതിൻ്റെ ഫംഗ്ഷൻസും എല്ലാം അതെന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു പോകേണ്ടതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ വന്നിട്ടുണ്ട്, നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. മാക്സിമം എഡി കറന്റ് ലോസ് ഒക്കറിങ് വിച്ച് പാർട്ട് ഓഫ് ദ DC മെഷീൻ? ഒരു DC മെഷീൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മാക്സിമം എന്ത് ലോസ് ആണ് പറഞ്ഞിട്ടുള്ളത്? എഡി കറന്റ് ലോസസ് എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒരു DC മെഷീനിൽ. ഓപ്ഷൻ എ ഇന്റർപോൾസ്, ഓപ്ഷൻ ബി ആർമേച്ചർ കോർ, ഓപ്ഷൻ സി പോൾ ഷൂ, ഓപ്ഷൻ ഡി എന്താ തന്നിട്ടുള്ളത്? പോൾ ഫേസ്. അപ്പോൾ എവിടെയാണ് മാക്സിമം എഡി കറന്റ് ലോസ് ഉണ്ടാവുന്നത് ഒരു DC മെഷീൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ? എവിടെയായിരിക്കും? നമ്മളുടെ ആർമേച്ചർ കോറിലാണ്. എവിടെയാണ് ഉണ്ടാവുന്നത്? ആർമേച്ചർ കോറിലാണ് ഉണ്ടാവുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ മാക്സിമം എഡി കറന്റ് ലോസസ് എവിടെയാണ്? ഒരു DC മെഷീൻ്റെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ആൻസർ? ആർമേച്ചർ കോറിലാണ്. ആർമേച്ചർ കോറിനകത്താണ് മാക്സിമം എഡി കറന്റ് ലോസസ് ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. The field resistance of a 220 volt shunt generator is 110 ohm. Find the field current. ഫീൽഡ് കറണ്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഫീൽഡ് കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കും? റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, പിന്നെന്താ തന്നിട്ടുള്ളത്? ഫീൽഡ് റെസിസ്റ്റൻസും വോൾട്ടേജും തന്നിട്ടുണ്ട്. ഒരു ഷണ്ട് ജനറേറ്ററിൻ്റെ ഫീൽഡ് കറണ്ട് കണ്ടുപിടിക്കണം. ഫീൽഡ് കറണ്ട് എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? ഫൈൻഡ് ദ ഫീൽഡ് കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താ ISH എന്ന് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഫീൽഡ് കറണ്ട് IF എന്ന് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. IF എന്ന് കൊടുക്കാം. ഓക്കെ, ഫീൽഡ് കറണ്ട് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഫീൽഡ് കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫീൽഡ് കറണ്ട് IF = ഫീൽഡ് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? എന്താ തന്നിട്ടുള്ളത്? വോൾട്ടേജ് അല്ലേ? VSH തന്നിട്ടുണ്ട്, വോൾട്ടേജും അതുപോലെ തന്നെ എന്താണ് റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, RSH എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ V220 അല്ലേ? 220 വോൾട്ട് ഡിവൈഡഡ് ബൈ എന്താ 110 ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടും? 220 ഡിവൈഡഡ് ബൈ 110 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ആംപിയർ എന്ന് കിട്ടും. കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ബി 2 ആംപിയർ ആണ് ഇതിനകത്തുള്ള
കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ പ്രോബ്ലം ആണ് അല്ലേ? നിങ്ങൾ ഓംസ് ലോ പഠിക്കുന്ന പോലെ തന്നെ അതിനകത്തുള്ള ഇക്വേഷൻസ് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കറണ്ട് കണ്ടുപിടിക്കാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. The constant losses in shunt and compound generator are equal to. നമ്മൾ ലോസസ് പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ലോസസിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? കോൺസ്റ്റന്റ് ലോസസ് ഇൻ ഷണ്ട് ആൻഡ് കോമ്പൗണ്ട് ജനറേറ്റർ ആർ ഈക്വൽ ടു ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ തന്നിട്ടുള്ളത്? ഓപ്ഷൻ എ സ്ട്രേ ലോസസ് പ്ലസ് വിൻറ്റേജ് ലോസ്, ഓപ്ഷൻ ബി മെക്കാനിക്കൽ ലോസസ് പ്ലസ് സ്ട്രേ ലോസ്, ഓപ്ഷൻ സി മെക്കാനിക്കൽ ലോസസ് പ്ലസ് കോർ ലോസ്, ഓപ്ഷൻ ഡി സ്ട്രേ ലോസസ് പ്ലസ് ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസ്. ഏതായിരിക്കും ആൻസർ വരിക? കോൺസ്റ്റന്റ് ലോസസ് ഇൻ DC എന്താണ് ചോദിച്ചിട്ടുള്ളത്? സോറി, ഷണ്ട് ആൻഡ് കോമ്പൗണ്ട് ജനറേറ്റർ എന്തിന് ഈക്വൽ ആവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? സ്ട്രേ ലോസസ് പ്ലസ് ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസ് ആണ്. സ്ട്രേ ലോസസ് പ്ലസ് ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഓഫ് എ 4-pole ഡ്യൂപ്ലക്സ് ലാപ്പ് വൈൻഡിങ്? എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നമുക്കറിയാം, ഞാൻ പറഞ്ഞു ലാപ്പ് വൈൻഡിങ് ഉണ്ട്, വേവ് വൈൻഡിങ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഓഫ് എ 4-pole ഡ്യൂപ്ലക്സ് ലാപ്പ് വൈൻഡിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്യൂപ്ലക്സ് നോക്കിയേ, ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്താണ്? ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത് അല്ലേ? ഡ്യൂപ്ലക്സ്. ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 3. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻ ലാപ്പ് വൈൻഡിങ് ഞാൻ പറഞ്ഞു അല്ലേ? ലാപ്പ് വൈൻഡിങ് എ ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എ ഈക്വൽ ടു ഫോർമുലയൊക്കെ ഉണ്ട്, എം ഇൻറ്റു പി ആകട്ടെ. എ ഈക്വൽ ടു എം ഇൻറ്റു പി, നമ്പർ ഓഫ് പാരലൽ പാത്തിൻ്റെ ലാപ്പ് വൈൻഡിങ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? എ പറഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് ആണ്, പി പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് ആണ്, എം പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ ഡ്യൂപ്ലക്സ് എന്നാണ് തന്നിട്ടുള്ളത്. അതുപോലെ സിംപ്ലക്സ് ഉണ്ട്. സിംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ? സിംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ഇനി എന്താണ് ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. ചിലപ്പോൾ നമ്മളോട് സിംപ്ലക്സ് ചോദിക്കാം, ചിലപ്പോൾ ഡ്യൂപ്ലക്സ്. ഈ ക്വസ്റ്റ്യനിൽ ഡ്യൂപ്ലക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് എന്ത് പറയാം? ട്രിപ്ലക്സ് അല്ലേ? അതെന്താ? 3. എമ്മിൻ്റെ വാല്യൂ ഇടാനാണ്. അപ്പോൾ എ ഈക്വൽ ടു നമ്പർ ഓഫ് പാരലൽ പാത്ത് എ ഈക്വൽ ടു എന്താ വരിക? അത് പോൾസ് തന്നിട്ടുണ്ട് 4. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? പി. പോൾ പറഞ്ഞത് 4 പോളാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 4 പോൾ ഡ്യൂപ്ലക്സ് ലാപ്പ് വൈൻഡിങ് എന്നാണ് പറഞ്ഞിട്ടത്. ഡ്യൂപ്ലക്സ് ആകുമ്പോൾ എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? 2 അല്ലേ? അപ്പോൾ എം ഈക്വൽ ടു 2. സോ നമ്പർ ഓഫ് പാരലൽ പാത്ത് എ ഈക്വൽ ടു എം ഇൻറ്റു പി. സോ എന്താ കിട്ടുന്നത്? 2 ഇൻറ്റു 4 ദാറ്റ് ഈക്വൽ ടു 8 എന്ന ആൻസർ കിട്ടും. ഇതാണ് നമ്മളുടെ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ എന്താ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 24. വൈ ഈസ് എ കമ്മ്യൂട്ടേറ്റർ നെസസറി ഇൻ എ DC ജനറേറ്റർ? വൈ ഈസ് എ കമ്മ്യൂട്ടേറ്റർ? എന്തിനാണ് ഒരു DC ജനറേറ്ററിനകത്ത് കമ്മ്യൂട്ടേറ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈ ഈസ് എ കമ്മ്യൂട്ടേറ്റർ നെസസറി ഇൻ DC ജനറേറ്റർ? ഓപ്ഷൻ എ ടു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഇൻ ദ ആർമേച്ചർ കോയിൽ, ഓപ്ഷൻ ബി ടു മെയിൻറ്റെയിൻ ദ ജനറേറ്റേഴ്സ് കോൺസ്റ്റന്റ് സ്പീഡ്, ഓപ്ഷൻ സി ടു കണക്ട് ദ ജനറേറ്റർ ടു ദ ഇലക്ട്രിക്കൽ ലോഡ്, ഓപ്ഷൻ ഡി ടു സ്വിച്ച് ബിറ്റ്വീൻ സീരീസ് ആൻഡ് പാരലൽ ഓപ്പറേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? വൈ ഈസ് എ കമ്മ്യൂട്ടേറ്റർ നെസസറി ഇൻ എ DC ജനറേറ്റർ? കമ്മ്യൂട്ടേറ്റർ ഒരു DC ജനറേറ്ററിൽ എന്താണ് കമ്മ്യൂട്ടേറ്ററിൻ്റെ ആവശ്യകത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആവശ്യം കമ്മ്യൂട്ടേറ്ററിൻ്റെ? ടു എന്താ ചെയ്യുക? റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഇൻ ദ ആർമേച്ചർ കോയിലാണ്. എന്താണ് വേണ്ടത്? ടു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഇൻ ദ ആർമേച്ചർ കോയിലാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, കൺസ്ട്രക്ഷൻ നന്നായി പഠിക്കുക, ഓരോ ആപ്ലിക്കേഷൻസും നന്നായി നോട്ട് ചെയ്ത് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. The internal characteristics of a DC generator is a curve between the നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? DC ജനറേറ്ററിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും ഗ്രാഫും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ
DC generator is a curve between എന്ത് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുക? ഏത് കർവാണ്? ഓപ്ഷൻ എ ലോഡ് കറന്റ് ആൻഡ് ദ ടെർമിനൽ വോൾട്ടേജ്. ഓപ്ഷൻ ബി ആർമേച്ചർ കറന്റ് ആൻഡ് ദ ജനറേറ്റഡ് EMF. ഓപ്ഷൻ സി ഫീൽഡ് കറന്റ് ആൻഡ് ദ നോ ലോഡ് വോൾട്ടേജ്. ഓപ്ഷൻ ഡി ആർമേച്ചർ കറന്റ് ആൻഡ് ദ IR ലൂപ്പ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. നോട്ട് ചെയ്യണേ, ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC ജനറേറ്റർ ഇസ് എ കർവ് ബിറ്റ്വീൻ. എന്തിൻ്റെയൊക്കെയാണ് നമ്മൾ കർവ് വരയ്ക്കുക? ലോഡ് കറന്റ് ആൻഡ് ടെർമിനൽ വോൾട്ടേജ് ആണോ? അല്ല, ആർമേച്ചർ കറന്റ് ആൻഡ് ജനറേറ്റഡ് EMF വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ഇന്റേണൽ കർവ് ഡ്രോ ചെയ്യുക. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? ഒരു DC മെഷീൻ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് നോട്ട് ചെയ്ത് പഠിച്ചു പോവേണ്ടത്? DC മെഷീൻസ് എന്താണ്, അതിലെ കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്, ഓരോ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ എന്താണ്, അത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഓരോ സാധനങ്ങളും അല്ലെ, ആർമേച്ചർ എന്തുകൊണ്ടാണ്, ബ്രഷ് എന്തുകൊണ്ട് എന്ത് മെറ്റീരിയൽ കൊണ്ടാണെന്നുള്ളതൊക്കെ നോട്ട് ചെയ്യുക. കമ്മ്യൂട്ടേറ്റർ എന്ത് മെറ്റീരിയൽ കൊണ്ടാണെന്നുള്ളതൊക്കെ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ യോക്ക് എടുത്തു കഴിഞ്ഞാൽ വെളിയിൽ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലേ? ആ മെഷീൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് യോക്ക് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ്. കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണ്, കമ്മ്യൂട്ടേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതെന്താണ് കൺവേർട്ട് ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് നന്നായി നോട്ട് ചെയ്ത് പഠിച്ചു പോവുക. കാരണം അതിൽ നിന്നൊക്കെ എപ്പോഴും പ്രീവിയസ് ഇയറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. അതൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? കൺസ്ട്രക്ഷൻ പഠിക്കുക. കൺസ്ട്രക്ഷൻ എളുപ്പമാണ്. ഒരു കൺസ്ട്രക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് DC മെഷീൻസിൻ്റെ, അതായത് DC മോട്ടറും DC ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഒരേപോലെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത DC മെഷീൻസ് റിലേറ്റഡ് ആയിട്ടുള്ള MCQs വളരെ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസും അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്